രാവിലെ എങ്ങോട്ട് പോകുന്ന? ആ തെങ്ങുമ്പ് കയറുന്ന സോമനെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. 11 മണിക്ക് കൊണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടാവും പറഞ്ഞു. കണ്ടവന് കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. വേറെ എന്തോ പരിപാടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അണ്ണൻ അന്വേഷിച്ച് തന്നെ എന്തോ. അതെ, 11 മണിക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. വീട്ടിലെ തേങ്ങയൊക്കെ ഇങ്ങനെ വീണ് പോവാണേ. അവിടെ തേങ്ങ ഇടാൻ വന്നിരുന്ന ഒരുത്തൻ, അവൻ തെങ്ങുമെന്ന് വീണ് തണ്ടല് മുറിഞ്ഞ് കിടക്കുക. അത് ശരി. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് ഇവന്റെ എന്താ തെങ്ങുമ്പ് കയറുന്ന മെഷീനൊക്കെയാണ് എന്ന് പറഞ്ഞു. എന്റെ വേറൊരു പയ്യ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഇവനോട് പറഞ്ഞല്ലോ. അപ്പൊ 11 മണിക്ക് വരാൻ പറഞ്ഞാണ്. നീ എപ്പോഴും ഈ കുളിച്ച് കൂറിയിട്ടിട്ട് പണിക്കൊന്നും വേണ്ട, ഈ ഇരുത്തം തന്നെ അല്ലേ? കാലത്തെ കുളി കഴിയും, പിന്നെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് കയറി തൊഴുതിട്ടൊക്കെ ഇവിടെ വന്നിരിക്കും. ഈ സോമൻ എങ്ങനെ പോയിന്ന് പറഞ്ഞോട്? അത് തന്നെ ഞാൻ അണ്ണൻ അവന്റെ നമ്പരൊന്നും ഇല്ലല്ലോ കയ്യിൽ. അല്ല, നമ്പർ മേടിച്ചില്ല തന്നെ. ഇവിടെ വരാൻ തന്നെ പറഞ്ഞത്. ഈ കടറമ്പിൽ വരാനാ പറഞ്ഞു. പക്ഷെ പുള്ളി അങ്ങോട്ട് പോയി. എന്നാ വരണ്ടാവും. ഈ തേങ്ങ വെട്ടിയിടുന്ന പറക്കാൻ ആള് വേണോ? എടാ, അത്ര തേങ്ങ ഒന്നും ഇല്ലടാ. തന്നെ. ഓ വേണ്ടേ വേണ്ട. പിരിയല്ലേ? പിന്നെ നിങ്ങൾ സംസാരിച്ചു, ഞാൻ അങ്ങോട്ടൊന്ന് പോവാം. എന്നാ പിന്നെ മറ്റവനെ കാണാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഞാൻ ഇവിടെ കണ്ടു പറയാം. ഓക്കെ. അതെ, ഗിരിരാജ് എന്നാണ് ശരിക്കുള്ള പേര്. ചിലര് ഗിരി എന്ന് വിളിക്കും. ആരാ എനിക്ക് മനസ്സിലായില്ല. എടാ, ഞാൻ പത്മ, തൈപ്പറമ്പിലെ നിന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചേ. അയ്യോ പത്മ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടാ. അല്ല, അന്ന് പഠിക്കണ സമയത്ത് ഇങ്ങനെ മെലിഞ്ഞ് ഇപ്പൊ നല്ല വെളുത്ത് തടിച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓടാണെന്ന് നിന്റെ പഴയ അതേ സ്വഭാവം തന്നെ. ഇപ്പൊ നീ കല്യാണം കഴിഞ്ഞ അമേരിക്കല്ലേ? അമേരിക്കയിലായിരുന്നു. ഇപ്പൊ ഇവിടെ സെറ്റിലായി. ഇവിടെ സെറ്റിലായോ? എടാ, നിന്റെ വീടിന്റെ അടുത്ത് 2 വീടിന്റെ അപ്പുറത്ത് 2 വീടില്ലേ, അത് ഞാൻ വാങ്ങി. കൊടുക്കാട്ടിരുന്ന ശങ്കരനാരുടെ വീട് നീ മേടിച്ചാ? ഞാൻ വാങ്ങി. എടാ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഗിരിരാജന്റെ വീടാണ് തൊട്ടപ്പുറത്തുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗിരിയാണ് നീ നിനക്കറിയില്ലായിരുന്നു കേട്ടാ. ഇവിടെ വലിയ സന്തോഷമായി. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് പഠിത്തൊക്കെ കഴിഞ്ഞ് നീ അമേരിക്കയിലേക്ക് എത്തിയാ പിന്നെ കാണില്ലാന്ന് കരുതി കേട്ടാ. ഇപ്പൊ നമ്മൾ അടുത്തടുത്തായി. നീ എന്താ ഇവിടുന്ന് വരുന്നത്? എടാ, ഞാനിവിടെ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പാലുകാച്ചിൽ പറയാൻ പോയതാ. അപ്പൊ നിന്റെ വീണ്ടും പാലുകാച്ചിലോ? അയ്യോ, പാലുകാച്ചിലായത് നിന്നെ കണ്ട എന്തായാലും നന്നായി. ഈ 13-ാം തീയതി. അപ്പൊ ദിവസമല്ലല്ലോ. അത്രേ ഉള്ളൂ. എടാ, എനിക്ക് ഇവിടെ ആരും പരിചയമില്ല. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഫുഡിന്റെ കാര്യങ്ങളും കാറ്ററിങ്ങും അങ്ങനത്തെ ഒക്കെ. നിനക്കാകുമ്പോ ഇവിടെ എല്ലാരും പരിചയം ഉണ്ടാവുമല്ലോ. എന്നോട് അതൊക്കെ പ്രത്യേകം പറയണ. എല്ലാം ഞാൻ ഏറ്റു. എത്ര ആളാണ് എന്താ വേണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാം. വലിയ സന്തോഷം. ഇവിടെ ഇതിന്റെ കുറച്ച് അപ്പുറത്തെ ചേച്ചിയുടെ വീട് വേണം. എന്റെ ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ടൊന്ന്. എടാ, ഇപ്പൊ വരുന്നില്ല, അതിന് കുറച്ച് തിരക്കുണ്ട്. ഇപ്പൊ അടുത്തല്ലോ പാലുകാച്ചില. എല്ലാരും ഒന്ന് വിളിച്ചൊന്ന്. അതൊക്കെ ഞാൻ ഏറ്റു. നീ ഒരു കാര്യം ചെയ്യുന്ന, നാളെ ഞാൻ വീട്ടിലുണ്ടാവും. ശരി. നീ അവിടെ വീട്ടിൽ വരുമ്പോ നാളെ എന്റെ അടുത്തേക്ക് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും. ശരി ശരി. ഇതിന് ഞാൻ ആളായിക്കോളാം. ആയിക്കോട്ടെ. എടാ, എന്തായാലും നമ്മൾ കണ്ടുമുട്ടിയതല്ലേ, നമുക്കൊരു സെൽഫി എടുത്താലോ? ഭർത്താവിനും കുട്ടികളെല്ലാം കാണിക്കാലോ. സെൽഫിയോ? ഓ, എടുത്തോ. ശരിടാ. ഓക്കെ. എന്റെ പൊന്ന് കനക, എത്ര നേരമായിട്ട് പറയുന്ന ഒരു ഇത്തിരി വെള്ളം കൊണ്ടു തരാ. എവിടെയെങ്കിലും ഇരുന്നിട്ട് വിളിച്ചു പറഞ്ഞാൽ ഒന്നുമില്ല. കുടി. അയ്യോ, ഒരു ചൂടടാ. ആ ചൂട് കാരണം അകത്തും ഇരിക്കാൻ വയ്യ, പുറത്തും ഇരിക്കാൻ വയ്യാത്ത. വെള്ളം കുടിച്ച് കുടിച്ച് എന്റെ വയറ് നിറഞ്ഞ്. ഉച്ചക്ക് ഊണ് കഴിക്കണ്ടല്ലേ? ഉച്ചക്ക് ഊണിന്റെ കാര്യമൊന്നും പറയണ്ട. മെഴുക്കുവരട്ടിയും തോരനും രസവും ഒരിത്തിരി മീൻ കൂട്ടിയിട്ട് എത്ര നാളായി. എന്റെ നാക്ക് മരച്ച്. മീനെ ഈ മീൻകാരൻ ഇപ്പൊ വരുന്നില്ല. സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്ന അമ്മ ഇപ്പൊ വരുന്നില്ല. മറ്റേ ഇടയ്ക്ക് വന്ന് ഹോൺ അടിക്കുന്നവനും ഇപ്പൊ വരുന്നില്ല. പിന്നെ എവിടെ നിന്ന് മീൻ കിട്ടാനാ? ഇതിലെ മീൻ പോണില്ലെന്നാ. നീ പുറത്തൊക്കെ പോണല്ലേ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഒത്തിരി മീൻ ആ ചന്തയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നൂടെ? അമ്മ, സത്യം പറഞ്ഞാല് ഈ മീനിനകത്തൊക്കെ ഇപ്പൊ ഈ ഫോർമാലിനും മറ്റുള്ള വിഷപദാർത്ഥങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് അസുഖം വരുന്നുണ്ട്. അതുകൊണ്ട് പലരും ഇപ്പൊ മീനും ഇറച്ചിയൊന്നും കഴിക്കുന്നില്ല. മീനും ഇറച്ചി മാത്രം. ഏതിലാണ്ടാ വിഷമില്ലാത്തത്? മീനും ഇറച്ചിയിലും വിഷമില്ല. ഏതില്? അരിയിലുണ്ടല്ലോ വിഷം. നിനക്കറിയാമോ? സകല ഭക്ഷണ സാധനങ്ങളിലും വിഷമുണ്ട്. വിഷം ഇട്ടാണ് ഓരോന്ന് നടുന്നത്. തിളച്ച് കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. ഇതൊക്കെ തന്നെ എല്ലാരും അങ്ങനെ തിളയ്ക്കുമ്പോഴും ആരോമൽ ചകർ വരുന്നുണ്ട്. എന്താ രണ്ടാളും പുറത്തു വന്നിരിക്കുന്നത്? അല്ലടാ, ഉച്ചയ്ക്ക് ആഹാരത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. മീൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി. മെഴുക്കുവരട്ടി ചമ്മന്തി എന്തോന്നൊക്കെയാണ് ഇവിടെ. നാക്ക് മരച്ച്. ഞാൻ പറയുമായിരുന്നു ഇത്തിരി മീൻ മാച്ചോടാ. അപ്പൊ അവൻ പറയുവാ മീനിലൊക്കെ വിഷമാണെന്ന്. അതെന്ത് വർത്താനാടാ അത്? ആ ചേച്ചിക്ക് വേണ്ട മീൻ മേടിച്ചു കൊടുത്തു. ഇനി എത്ര കാലം ഉണ്ട് കരുതിട്ടാ? എന്തോന്നാടാ നീ പറഞ്ഞത്?
എടാ, നീ എന്നെ കൊല്ലാനായിട്ടാണ് ഇപ്പൊ കളിഞ്ഞു വിളിച്ചിട്ടുള്ളത്. അയ്യോ അയ്യോ ചേച്ചി, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പ്രായമായ ആളല്ലേ, പറഞ്ഞത് വാങ്ങി കൊടുത്തൂടെ എന്ന് ഞാൻ പേടിച്ചു. സമാധാനം. വെട്ടുമീൻ മേടിച്ചു കൊടുത്തരാ ഞാൻ. കണ്ടാ ആങ്ങള സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പിറകെ പിടിക്കും. ആങ്ങളെ ഉണ്ട്. അത് അങ്ങനാടാ, ആങ്ങളെ തന്നെയാണ്. മോനാണ്. ഞങ്ങൾ രണ്ടും ഒരു കൊടലാടാ. എന്ത് വെറുതെ ഇറങ്ങി. അതെ, പിന്നെ എന്റെ വീടിന്റെ എത്ര മൂന്നാമത്തെ വീടില്ല, വളവിലെ വീട്, ശങ്കരനാരുടെ വീട്, ആ തറവാട്, അത് കച്ചവടായടാ. ഞാൻ അറിഞ്ഞില്ലേ കച്ചവടായി. ഞാനേ ഇപ്പൊ വരുമ്പോ എന്റെ കൂടെ പഠിച്ചേ ക്ലാസ്മേറ്റിനെ കണ്ട് അവരെ പഠിച്ചേക്കണത്. ഓ അത് ശരി. എന്നിട്ട് അമ്മ പറഞ്ഞില്ല? ഇല്ല. അടിപൊളി. അവള് പത്മ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. പെണ്ണ അതെന്താ നീ പെണ്ണാന്നൊരു അത്ഭുതത്തോടെ പറഞ്ഞു? എന്താ നീ ക്ലീറ്റോന്റെ സ്വഭാവം കാണിക്കുന്നു? ഇല്ലല്ലേ ചോദിച്ച പെണ്ണാണോ പത്മാന്ന് കേട്ട പെണ്ണാണോ ചോദിച്ചതേ ഉള്ളൂ. അല്ല ഇപ്പൊ എനിക്കെന്ത്. എന്താണ് ക്ലീറ്റോയെ പറ്റിയ ഒരു പരാമർശം? അയ്യോ, ക്ലീറ്റോനെ കുറിച്ചൊന്നും പറഞ്ഞതല്ലേ, ഇനി അതിലെ കടിച്ചു തൂങ്ങല്ലേ. അവനൊരു ശേഖരം കിട്ടിയാ മതി. അപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ 13-ാം തീയതിയാണ് അവരിവിടെ പാല് കാച്ചണത്. അപ്പോ എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചോണ്ട്, ഇവിടെ അവർക്കൊന്നും അറിയില്ലാന്ന് അറിയാലോ. നല്ലൊരു കാറ്ററിംഗുകാരനെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കും. ഈ കാറ്ററിംഗുകാരനെയൊക്കെ നമ്മൾ വിചാരിച്ചാലും സെറ്റാക്കാൻ പറ്റും കേട്ടാ. അതാണ് നല്ലത്. അവനാകുമ്പോ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ പരിചയമായിട്ട് ഇപ്പൊ കൂടുതലാണ് എന്നെക്കാളും. അവനെ ഏൽപ്പിക്കുക, കാര്യം നടക്കട്ടെ. അല്ല, ആരായാലും കുഴപ്പമില്ല, കോള വാഞ്ഞാ മതി. അതെ, ഇത് എങ്ങനെയാണ് സെറ്റപ്പ്? വെജ് വേണോ, നോൺ വെജ് വേണോ, എന്തൊക്കെ വേണം, അവരുടെ സാമ്പത്തിക സ്ഥിതി അതൊക്കെ ഒന്ന് അറിയണം. എടാ, അവര് അമേരിക്കയിലൊക്കെ ഉള്ളവരാണ്, അവരൊക്കെ നല്ല സെറ്റപ്പ് ഉള്ളവരാണ്. എന്താ ഇത് സംഭവം? എന്താ എന്റെ വീട്ടിലേക്ക് പോണതിന്റെ മുമ്പ് ആ വളവിലില്ലേ ഒരു 2 നില വീട്, ആ ശങ്കരൻ നായരുടെ തറവാട്, അത് മേടിച്ചവരാണേ. അത് ഭയങ്കര പടവണ്ടാനം വീടല്ലേ? അത് നല്ല കോടീശ്വരന്മാരെ മേടിക്കുള്ളൂ. അല്ല മാവ, ഇങ്ങനെ കോടികളുടെ ഒരു വീട് അവിടെ വിൽക്കാനുണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ അടുത്തൊരു വാക്കാരും പറഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, വാങ്ങണ പാർട്ടിക്ക് 2-3 ലക്ഷം രൂപ താത്ത് വാങ്ങിച്ചു കൊടുത്താൽ അത് നല്ലതല്ലേ? ആരെ താത്തി മേടിച്ചു കൊടുക്ക? നീ എന്താ എടാ, നീ ഇതെന്തറിഞ്ഞിട്ടായി പറയണത്? അമ്മാവന്റെ കൂടെ പഠിച്ചൊരു സ്ത്രീയാണിത് വാങ്ങിയത്. അമ്മാവൻ അറിഞ്ഞിട്ടില്ല. അമ്മാവന്റെ തൊട്ടടുത്തുള്ള വീടാണ്. അമ്മ അറിഞ്ഞില്ല. ഇപ്പൊ എല്ലാം ഓൺലൈൻ വഴിയല്ലേടാ. അമ്മാവന്റെ കൂടെ പഠിച്ച ആളാണ്. അത് ശരി. അപ്പൊ ഒന്നും നോക്കണ്ടല്ലോ, വിശാലമായിട്ട് ഫുഡ് കൊടുത്താൽ മതിയല്ലോ. ഞാൻ അവിടെ ചെന്ന് അവരായിട്ട് സംസാരിച്ചിട്ട് എത്ര പേരുണ്ട്, വെജ് വേണോ നോ വെജ് വേണോ, ഏതൊക്കെ ഐറ്റം വേണം എന്നൊക്കെ നിന്നെ വിളിച്ചു പറയാം. ആയിക്കോട്ടെ. കാരണം അവിടെ ഇവിടെ നിന്ന് അവർക്ക് ആരും പരിചയക്കാരില്ലേ. സംഭവം അതൊക്കെ നമ്മളെ ആളുണ്ടെന്ന്. എന്റെ കൂടെ പഠിച്ചാണ് 10ാം ക്ലാസ് വരെ. പത്മന്ത് പറഞ്ഞൊരു കുട്ടി കല്യാണം കഴിഞ്ഞ അമേരിക്കയിലൊക്കെ സെറ്റിലാണ്. അപ്പൊ വന്നിട്ട് നമ്മുടെ വീടിന്റെ അടുത്തൊരു വീട് മേടിച്ചു നോക്കി. അപ്പൊ സഹായത്തിന് ആരുമല്ലോ. അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ നമുക്ക് അമ്മാവാ, ഞാനിപ്പോ ഒന്ന് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തല ഒന്നിന്, അതായത് ഒരാളിന് ഒരു പ്ലേറ്റിന് ഒരു 650 രൂപ വെച്ച് ഇടാം. അപ്പൊ വെജ് നോൺ വെജ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നോട് പറയണ്ട, ഞാനൊന്ന് അവരായിട്ട് ആലോചിക്കട്ടെ. അമ്മാവ് ഇങ്ങനെ പറഞ്ഞോ, 650 വെച്ച് പെർ ഹെഡ്. ഒരാൾക്ക് 650 രൂപ വെച്ചിട്ട് വെജ് നോൺ വെജ് ഫിഷ് എത്ര ആളുണ്ട് നോക്കട്ടെ. ഡെസേർട്ടൊക്കെ സാധനം ഉണ്ടാവും. അപ്പൊ ഞാൻ പോയിട്ട് അത് വിളിച്ചു പറയാൻ നിന്നോട്. 13-ാം തീയതിയാണ്. ഇപ്പൊ അധികം ദിവസമില്ല. ശരി എന്നാ ചേച്ചി. 13-ാം തീയതി അല്ലേ? 13-ാം തീയതി. 13-ാം തീയതി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഒന്നും വെക്കണ്ട, നമുക്ക് എല്ലാവരും കൂടെ അങ്ങ് പോവാം. നമ്മളെ വിളിക്കാത്ത കല്യാണത്തിന് പാല് കാച്ചിട്ട് നമ്മളെ അമ്മാവന്റെ കൊട്ടേഷൻ അല്ലേ? നിങ്ങളെല്ലാം അതുപോലെ കാറ്ററിംഗ് ഞാനായിരിക്കുമല്ലോ. അല്ല, ക്ലീറ്റോ അമ്മ കുറച്ച് പൊതിയിട്ട് കൊണ്ടുവന്നു. അയ്യേ, പൊതികെട്ടി കൊണ്ടുവരാന്ന് ഞാനില്ല. എന്താ നമുക്കങ്ങ് പോവല്ലേ അമ്മ? വേണ്ട, എന്നെ കൂട്ടണ്ട. നിങ്ങളൊക്കെ കൂടെ പോയി. ഞാനും അമ്മയൊന്നും വരുന്നില്ല. നിങ്ങൾ അങ്ങ് പോയാൽ മതി. നിങ്ങൾ ഏർപ്പാടാക്കിയ നിങ്ങളൊക്കെ കൂടെ പിന്നെ കൊണ്ടുവരാൻ. പിന്നെ ഞാൻ പാഴ്സലും കിട്ടി. ഞാൻ മറ്റേ സ്വിഗ്ഗിയിലല്ലേ ജോലി ചെയ്യണത്. പാഴ്സൽ കിട്ടി കൊണ്ടുവരാൻ. കുട്ടിയും എല്ലാം കൂടെ കണ്ടു കണക്കിയല്ലേ. എന്റെ അമ്മാവ ഇങ്ങനെ കിടന്ന് രാവും പകലും ഇല്ലാതെ വിളിക്കണ്ട. എല്ലാം ഓക്കെയാണ്. ഞാനല്ലേ ഏറ്റേക്കണത്. സെറ്റാണ് എല്ലാം. ഒരു ടെൻഷനും വേണ്ട. നല്ല അന്തസ്സായിട്ട് ഫുഡ് കൊടുത്തിരിക്കും. ഓക്കെ. ശരി. അമ്മാവന് ഒരു സമാധാനവും ഇല്ല. എടാ, മറ്റേ പായസം എത്ര തന്നെ ഉണ്ടാവും? മറ്റേ ചിക്കനും മട്ടണും ഉണ്ടാവൂലേ? അല്ലെ, ചിക്കനും മട്ടനും എല്ലാം റെഡിയാ. നോൺ വെജ് നിന്റെ കയ്യിലാണ്. വെജിന്റെ കാര്യം അറിയാലോ. മുത്തുലക്ഷ്മിയുടെ ആരോ വേണ്ടപ്പെട്ട ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ അവർ ചെയ്തോളും. അതാണ് എനിക്ക് പേര് ദോഷം. നമ്മുടെ കാര്യത്തിൽ അളിയാൻ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നോണ്ട് ഒരു ടെൻഷൻ. വിളിക്കും അളിയ, അത് നമ്മളെ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് വിളിക്കുന്നത് അളിയ. പിന്നെ ഈ വിളമ്പാൻ ആളെ വിളിക്കണ്ടേ? എന്തിന്? അതിന് നമ്മുടെ ബാബുവും പുരുഷവും അവന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് വിളമ്പിക്കോളും. അത് ശരിയാവത്തില്ല. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് വിളമ്പാൻ അറിയുന്ന ആൾക്കാർ വേണം. ഇത് ചുമ്മാ
അമ്മരൊക്കെ ഒന്നാമത് പണിയില്ലാതെ നിൽക്കുന്നു. അമ്മരൊക്കെ വിളിച്ച് അങ്ങോട്ട് അത് ചെയ്യിപ്പിച്ച് അവർ അന്തസ്സായിട്ട് അതങ്ങ് ചെയ്തോളും. പിന്നെ അമ്മർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അമ്മർക്ക് കൊടുക്കല്ലേ, അമ്മർക്ക് വെജും നോൺ വെജും ആയിട്ട് നല്ല ഭക്ഷണം കൊടുക്കല്ലേ. എന്റെ അളിയ ആഹാരത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ദമ്മടി കൊടുക്കണം പൈസ. അത് അമ്മർക്ക് തിരിച്ചു പോകാൻ നേരത്ത് പെട്രോളിന്റെ പൈസ വെച്ച് 100 രൂപ വെച്ച് ആൾക്കാൻ കൊടുക്കാം. നീ എന്താണേ പറയണത്? എടാ 5 ഇനം വെജും നോൺ വെജും ആകുമ്പോൾ തന്നെ ഐസ്ക്രീമും കൂടെ ആകുമ്പോൾ തന്നെ 2000 രൂപയാവും ഒരു പുറത്തൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കണമെങ്കിൽ. നല്ല ഫുഡ് കൊടുക്കില്ലേ അവന്മാർക്ക്? നമ്മുടെ ആയുസിൽ കഴിക്കാത്ത ഫുഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അത് എവിടെ വിളമ്പാൻ നീ ആവശ്യമില്ല അതിൽ കയറി ഇടപെടില്ല, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. 100 രൂപയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? 100 രൂപ കൊടുക്കും ഞാൻ. വണ്ടി വരണ പെട്രോൾ കഴിക്കാനുള്ള പൈസ കൊടുക്കും, അത്രേ ഉള്ളൂ. 100 ഇപ്പൊ ചായ വേണോ? പൈസ ഉണ്ടാ ഉണ്ടായി കുടിച്ചോ, എന്റെ പൈസ അല്ല ഞാൻ കുടിക്കുന്നില്ല. അമ്മായിയോ? പോയി ചേച്ചി. പോയി എനിക്കിത് ചത്ത മറ്റേത് എനിക്കല്ലേ. അവിടെ ഇരിക്കേ. അപ്പുറത്തൊരു വീട്ടുകാർ വന്ന് താമസം ഉണ്ടല്ലോ. ഇപ്പൊ 24 മണിക്കൂർ അങ്ങനെ അവിടെയാ. അവിടുത്തെ പരിഹാര താമസം എന്നല്ലേ? എടി ആ സ്വഭാവക്കാരനൊന്നുമല്ല. നീ അവനെ സംശയിക്കൊന്നും ചെയ്യരുതേ, ആവശ്യമില്ലാതെ. എന്ത് കഷ്ടം ചേച്ചി അങ്ങനെ അങ്ങ് പറയാം. എന്താ പ്രശ്നം? ആ വീട്ടിലവിടെ 24 മണിക്കൂർ ഇപ്പൊ വീട്ടിൽ വരത്തുമില്ല, ഒരു കാര്യത്തിനും കിട്ടത്തുമില്ല. അവക്കടെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ ആരാ? കൂടെ പഠിച്ചല്ലേ അമ്മായി, കൂടെ പഠിച്ചൊരു കൂട്ടുകാരി വീടിനടുത്ത് താമസിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളത് ഒരു സഹായത്തിന് ചെല്ലൂലേ. കനക എന്റെ അമ്മാവനെ സപ്പോർട്ട് ചെയ്യല്ലേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ തീ പിടിച്ച് നിൽക്കുവാ. അമ്മായിക്ക് സംശയോ? നല്ല കാര്യമായി പോയി. സംശയം നീ ഇതൊന്ന് നോക്ക്. സംശയം എന്ന് പറയുന്നേ ഇതാ മേ പെണ്ണ്. ആ ചേച്ചി, ഈ ഫോട്ടോ അമ്മായിക്ക് എങ്ങനെ കിട്ടി? കിട്ടിയതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിൽ നിൽക്കുന്നത് നിന്റെ അമ്മാവൻ തന്നെയല്ലേ? അമ്മാവൻ തന്നെ. ഇതൊക്കെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കാണുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാരും? വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറും. പണ്ടങ്ങാണ്ട അവന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണാണിത്. ഇത്രയും കാലം ഇല്ലാത്ത ബന്ധം ഇപ്പൊ അവനുണ്ടായെന്ന് അവളുമായിട്ട് വല്ല കാര്യം ഉണ്ടായത് പറയണ്ട. ഇത്രയും നാളും ഇല്ലാത്ത പിന്നെ 24 മണിക്കൂർ അവളുടെ വീട്ടിൽ എന്താ അങ്ങക്ക്? അമ്മാവനെ അല്ലേ ഏൽപ്പിച്ചേക്കാന്നുള്ളത് കേട്ടോ. എന്റെ അമ്മായിക്ക് വട്ടുണ്ടോ? ഇതിന്റെ ദേഷ്യം പിടിപ്പിക്കല്ലേ? ഉള്ള കാര്യം വന്ന് പറയുമ്പോ ഒരു ഫോട്ടോ കണ്ടതിന് ഇങ്ങനെയൊന്നും തുള്ളേണ്ട കാര്യമൊന്നും. ഫോട്ടോ മാത്രമാണോ? എപ്പോഴും അയാൾ അവിടെയല്ലേ? ലേറ്റോ പറഞ്ഞ പൈസ കൊടുത്തോളൂ. പ്രേമകുമാരൻ പിന്നെ പന്തക്കാർക്ക് പൈസ കൊടുക്കണ്ട, അത് ഞാൻ നേരിട്ട് കൊടുത്തോളാം രാവിലെ. അമ്മ വിളിച്ചോ, വിഷമിക്കണ്ട, നമുക്ക് സംസാരിക്കുന്ന കാര്യമല്ലേ ഉള്ളത് ഇപ്പൊ. എന്തുണ്ട്? ശരി ശരി ശരി. അവന്റെ കനക നിന്ന് തിരിയാൻ സമയമില്ലടാ. ഒരു ജോലി ഏറ്റെടുത്ത് അത് ഉത്തരവാദിത്തത്തോടെ നടത്തി കൊടുക്കണല്ലോ. വേണം വേണം. ഒരു കാര്യം ഏറ്റെടുത്ത് അത് ഉത്തരവാദിത്തത്തോടെ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ ക്ലീറ്റ് ഉണ്ടല്ലോ, ഏറ്റ പണി ഭംഗിയായിട്ട് ചെയ്യും. ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാം തികഞ്ഞു അടിപൊളിയായി, എല്ലാം നന്നായി. ഓ അപ്പൊ അവര് ക്ഷണിച്ചപ്പോ അധികം ആൾക്കാർ വന്നത് എന്നാണല്ലോ കൂടുതൽ പേർക്ക് പരിചയമുള്ളൂ. അടുത്തുള്ളവരൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞോണ്ട് ഒരാളും വരായിരുന്നില്ല, എല്ലാവരും എത്തി, ഒക്കെ ഭംഗിയായി. അതെ അതെ. കുറച്ച് പായസം ഞങ്ങൾ കൊടുക്കുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ. കുട്ടികളെവിടെ? അവര് അകത്തുണ്ട്. അതാ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാം കുറച്ച് പായസം. നിന്റെ വീട്ടിന്റെ അടുത്ത് ഒരു പെണ്ണു വന്ന് താമസിക്കുന്നില്ലേ? പേരെന്തോന്ന്? പത്മാനാണ് പേര്. പക്ഷെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ എല്ലാവരും പപ്പി പപ്പി എന്ന് വിളിച്ചു കളിയാക്കും. ആടാ, നീ എന്താ ഇവിടെ? നീയല്ലേ പാലുകാരനെ വിളിച്ചപ്പോ തലവേദന പറഞ്ഞിരുന്നു, ഇപ്പൊ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ തലവേദന നിങ്ങളല്ലേ? എന്തൊരു എന്താ എന്താടി അമ്മാവൻ എവിടെയും നടക്കണേ? എവിടെ നടക്കണ്? ആ എടി, ഞാൻ ആ പാൽമയുടെ വീട്ടിലെ പരിപാടിക്ക് അത് തന്നെയാ കുഴപ്പം. എന്താ? ഇങ്ങോട്ട് വന്നേ, അകത്തോട്ട് കയറി വന്നേ. എന്താണ്? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഇവിടുന്ന് അങ്ങോട്ട് സംസാരിച്ചാൽ മതി. അടുക്കളയിൽ സംസാരിക്കേണ്ട കാര്യം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റത്തില്ല. നീ അകത്തോട്ട് പോവാ. നാട്ടുകാരെ കൊണ്ടോ? അമ്മായിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അവൾക്ക് പ്രാന്താ. അതെ, അത് നമുക്ക് സംസാരിച്ച് തീർക്കാനേ. എന്റെ അമ്മ ഇതിന്റെ സ്വഭാവം അസുഖം. എന്ത് കാര്യം വെറുതെ മനുഷ്യനെ
എൻ്റെ നീലാംബര പണിക്കരെ, നിങ്ങൾ ഈ ടെൻഷൻ പിടിക്കല്ലേ. നിങ്ങൾ ബോംബെ നിങ്ങൾ എത്തുക, നിങ്ങളെ വീട് പാല് കാച്ചി ഇവിടെ ഫുള്ള് നമ്മൾ എല്ലാം നടത്തി തരും. നിങ്ങൾ ടെൻഷൻ പിടിക്കല്ലേ. നമുക്ക് ഒരു പെർ ഹെഡ് ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തത് 650 വെച്ചായിരുന്നു. നമുക്കിതിപ്പോൾ ഒരു 550, 100 രൂപ കുറയും. ശരി, ഒന്നും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളിവിടെ ബോംബെയിൽ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വന്ന് കയറുക, എല്ലാം സെറ്റ് ചെയ്ത്. ശരി ശരി ശരി. അഡ്വാൻസ് ഒന്ന് കളർ വരച്ചാൽ മതി. ആയിട്ട് ഗൂഗിൾ പേ ഇട്ടിരുന്ന അത് ഈ നമ്പറിൽ. ശരി ശരി ശരി. ഓക്കെ. ഒരു കൊട്ടേഷൻ കിട്ടി ഇന്നത്തെ പാലിയാച്ചിന്റെ ഈ ഇത് കാരണം. അതിനെ കുറിച്ചായിരിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരു തരം സ്നേഹം എന്നോടുണ്ടോ? ഞാൻ വർഷോപ്പിൽ പണിയില്ലാതെ ചൊറിയും ഇത് തെക്കോടൊക്കെ വായി നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് എന്റെ മുമ്പിൽ കൂടെ നിങ്ങൾ പോയാന്ന്. എന്താ പ്രശ്നം? എന്തിപ്പോ നിങ്ങൾക്ക് ഒരു കാറ്ററിംഗിന്റെ വർക്ക് വന്നിട്ട് ചൊറിയും കുത്തിയിരിക്കുന്നത് എന്നെ വിളിച്ച് 100-500 നിങ്ങൾക്ക് തന്നാൽ എന്താ? എന്നെ ഒരു വാക്ക് പറഞ്ഞു. അല്ല, നിനക്കെന്താ നടുവേദന പറഞ്ഞില്ലേ രാവിലെ നീ ഇവിടുന്ന് പോണത്? നിനക്ക് ഓരോരോ പ്രശ്നങ്ങളല്ലേ? പാചകപ്പനെ വിളമ്പം കൊടുക്കുന്നതിന് എന്തോ നടുവേദന? നിന്റെ പ്രശ്നം ഇപ്പൊ എന്താണ്? നിനക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഞാൻ വിളിച്ചില്ല, അതല്ലേ നീ ഉദ്ദേശിക്കണത്? അതാണോ മാത്രം? ഷിഗാവണ്ണ വിളിച്ചോടെ നിന്റെ ചേട്ടനാണ് കൊട്ടേഷൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കിട്ടിയ ബൈക്കിനകത്ത് ഓടി അവിടെ ചെന്നപ്പോ കനകാമ്പരനും ജീവനുള്ള പാത്രം കഴുകുക, പിന്നെ 4 അപ്പം എടുത്ത് ബ്രീഫ് ഗൗരി അങ്ങോട്ട് ഇട്ട് വായി വെച്ചപ്പോ എന്താ സോയാബീൻ. ഒരു വാക്ക് നിങ്ങളുടെ ചോരയാണെന്ന് പറഞ്ഞ നാടുകളെ പറഞ്ഞു നടക്കുന്നതാണോ ഞാൻ? സോയാബീനെങ്കിലും കിട്ടിയല്ലോ നിനക്ക് ഇല്ലേ? ഇവന് ഇവിടെ അതിലും വലിയ പുകില, നീ മിണ്ടാതെ കയറി പോ. അമ്മായി വന്ന അവിടെ ഭയങ്കര ബഹളം. ആരുമായിട്ട്? അമ്മാവനായിട്ട്. അമ്മാവനമ്മായി വഴക്ക്? എനിക്കറിയാൻ പാടില്ല, വയസ്സാങ്കാലത്ത് സംശയം. ആഹാ, അമ്മായിക്ക് ഏതോ ഒരു കാലമാടന് എന്തോ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തേക്കണം. ആരാണാവോ? ഇപ്പൊ പെരവാസത്തില് കഴിഞ്ഞില്ലേ, അവിടുത്തെ പെണ്ണും പുള്ളി അമ്മാവനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് വേണ്ട ബഹളം. ആ ഫോട്ടോയിലുള്ളത് ഓണർ പെണ്ണും പുള്ളിയായിരുന്നു. അല്ല, അത് ഫോട്ടോ നീ എന്താ പറഞ്ഞ? ആ ഓണർ പെണ്ണുമ്പുള്ളിയുടെ കൂടെ ഉള്ള ഫോട്ടോ അത് കണ്ടോ അമ്മായി? നീ ഏത് ഫോട്ടോയുടെ കാര്യം ഇപ്പൊ പറഞ്ഞേ? ഞാൻ അമ്മായി തങ്കചേട്ടത്തി പറഞ്ഞ സത്യം പറയണം, നീ ഉരുളരുത്. സത്യം പറ. ഞാൻ പറയാം. ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് വർഷോപ്പിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു പെണ്ണുമ്പോൾ അമ്മാവനോട്ട് ഇഴുകി ചേർന്നൊരു വല്ലാത്ത രീതിയിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ ഒരു വശവശ കൊണ്ട് ഞാൻ ആ ഫോട്ടോ എടുത്ത് അമ്മായിക്ക് ഇട്ട് കൊടുത്തിട്ട് അമ്മാവനൊന്ന് സൂക്ഷിച്ചു. വയസ്സാം കാലമാണ്, ചെറിയ ക്രിമിക്കുത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഇവനാ ക്രിമിക്കുത്ത്. ഇവന് സത്യം പറയല. എന്തിനു നീ തോന്നിയ ദിവസം കാണിച്ചത്? അമ്മായി അയച്ചു കൊടുത്തത് എന്തിനു? അയച്ചു കൊടുക്കേണ്ടത്. പിന്നെ അമ്മാവന്റെ കുറ്റം അമ്മായിക്കല്ലാതെ നിങ്ങൾ കഴിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എന്റെ കുറ്റം മുഴുവൻ പറഞ്ഞ് റോസിയെ വിളിച്ച് പറയല്ലോ. ഇന്നാളെ പോസ്റ്റ് ഓഫീസിൽ എഴുത ചേച്ചിയോടൊന്ന് കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ തല്ലേ എന്ന് പറഞ്ഞാൽ കരമച്ചോട് പറഞ്ഞോ. ഭർത്താവിന്റെ കുറ്റം ഭാര്യയോടും ഭാര്യയുടെ കുറ്റം ഭർത്താവിനോടും പറഞ്ഞു. എന്റെ വാ നേരെ പോ അത് എത്ര വലിയ കുറ്റം? എടാ, ഒരു കുടുംബം കലക്കുമ്പോൾ നിനക്ക് ഭയങ്കര കുഴപ്പമാണ്. ചുമ്മാ അല്ലടാ നിന്റെ അവളുമായിട്ട് നീ ഒത്തു പോവാത്തത്. കുടുംബം കലക്കുന്നു പിന്നെ ചെല്ലണ്ട. അമ്മയാണ് അമ്മായിയുടെ നിന്റെ അമ്മൂമ്മ. ഞാൻ വല്ല പറയും കേട്ടോ. നീ ഇവൻ വെറുതെ അപകടമാണല്ലോ ദൈവമേ. നിങ്ങളുടെ ബാക്കി അല്ലാതെ എന്താ പറയണത്? എന്നെ കൂടെ കേൾപ്പിച്ചപ്പോ സമാധാനമായല്ലോ നിനക്ക്. കർത്താവിനെ ഓർത്ത് നീ ഒരു നല്ല കാര്യം ഞാൻ അമ്മാവിന്റെ അടുത്തോട്ട് പിന്നെ ഓരോന്ന് പറയണം. തലക്കകത്തെ ആൾത്താമസം വേണം. എന്റെ കൈയോട് നിട്ടുണ്ടെങ്കിൽ ഈ തലയിലുള്ള തീറ്റ മാത്രമല്ലല്ലോ, ബുദ്ധി വേണ്ടേ? മിക്കവാറുമേ അമ്മാവൻ അവിടെ ചീത്തത്തോട്ടത്തിൽ പന്നിക്കൊക്കെ പന്നി പടക്കം വെച്ച് നിന്ന് തീർക്കും. നോക്കിക്കോ. എടാ, നീ ആ ഫോട്ടോ എന്തിനാണ് ഇവളുടെ ഫോണിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത്? മനഃപൂർവ്വം കുടുംബം കലക്കാൻ വേണ്ടിട്ടല്ലേ? അല്ലെങ്കിൽ ആ ഫോട്ടോ നീ എന്താ എനിക്ക് അയച്ചു തരാൻ? അല്ല, അത് കലങ്ങാതിരിക്കാൻ വേണ്ടിട്ട്. കലങ്ങാതിരിക്കാനാടാ. ഒരാണ് പെണ്ണും കൂടെ ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്താൽ ഉടനെ അതിനകത്ത് നീ പല ചിന്തകളാണ് സംശയം. നാട്ടിൽ കുറെ ക്ലീറ്റോ ഈ ഫോട്ടോ ഇട്ടതാരാ? പത്മല്ലേ? ഇത്തിരി കള്ളത്തരം ഉണ്ടെങ്കിൽ അവൾ ഈ ഫോട്ടോ ഇടുവോ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? ഈ കള്ളത്തരം താണ്ട് ഈ കഴുതക്കല്ലേ അവന്റെ ചിന്താഗതി. പിന്നെ ഞാനുണ്ടല്ലോ റൊണാൾഡോ, നീ ഞാൻ ഒരു കള്ളത്തരം. ഈ സമയത്ത് കനകമ്പട ഇല്ലാത്ത നന്നായി. അവനിത് അറിയണ്ടായി. അവറിഞ്ഞതായിരിക്കില്ലേ സ്ഥിതി. എടുത്തു ചാടിയിട്ട് കുടുംബം അവരെന്തൊരു അമ്മ. ആ പാലാച്ചന്റെ അന്ന് ഫുഡിന്റെ പരിപാടിയിൽ രാവിലത്തെ കാപ്പി വിളമ്പാൻ പോണതിന് മുമ്പേ പൈസ ഉണ്ട് നിന്റെ. അത്ര നല്ല മനുഷ്യരാണ് അവര്. 500 രൂപ എനിക്ക് 500 രൂപ ഞാൻ തരണുണ്ട് നിനക്ക്. ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ടപ്പോഴേക്കും അവൾക്ക് ഇല്ലാത്ത തലവേദന കണ്ടപ്പോ ഒരു വിഷമം തോന്നി. എന്ത് വിഷമാണ് എനിക്ക് തോന്നിയത്? അതൊന്നും വേണ്ട. അത് പത്മത്തിന്റെ കാറാ സാറ്. മാഡം ഉണ്ട്.
എന്തിനാ രവി തിരക്കുള്ള ദിവസം ഇങ്ങോട്ട് വന്ന്? ഞാൻ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമായിരുന്നേ. അല്ല ഇനി നമ്മളിപ്പോ അവിടെ വന്നു, നീ എന്നിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. അയൽക്കാര് പറഞ്ഞു അവിടെ വന്നപ്പോ ഒന്ന് ചേച്ചിയെ കാണാൻ കണ്ടിട്ട് വന്നാ. ഇതാണ് എന്റെ ചേച്ചി. ചേച്ചി ദാ, ഇതാണ് ചേച്ചി. ഇത് മോള്. ഇത് നമസ്തേ. അല്ല എന്താ കഴിച്ചാ നീ വരാതിരുന്നത്? ചെറിയൊരു തലവേദനയായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് തലവേദന ഉണ്ടാക്കുമല്ലോ. അമ്മാവനിപ്പോ വലിയ തലവേദനയാക്കിയാണ്. അല്ല അമ്മായിക്കേ വലിയ എന്നും തലവേദന. ഗിരി എപ്പോഴും ചേച്ചിയുടെ മക്കളുടെ കാര്യം പറയും. ഇതെന്നെ ഭർത്താവ്. ഞാനും ഗിരിയും രവിയെല്ലാം ഒന്നിച്ച് പഠിച്ചതാ. അത് അന്നൊരു കൊച്ചു ഹീറോ ആയിരുന്നില്ലേ? ഇപ്പോഴും ഹീറോ ആണ് ആള്. ഗിരി ഉണ്ടായിരുന്നത് കൊണ്ട് വീടിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു സമ്മാനം. എന്തിന്? സന്തോഷമല്ലേ? സന്തോഷമല്ലേ? പിന്നെ ചായ കാപ്പി എന്തെങ്കിലും ഫംഗ്ഷൻ വന്ന ബന്ധുക്കൾ അവിടെ ഇരിക്കുന്നു. എനിക്ക് തിരിച്ചു പോകണം അത്യാവശ്യമായിട്ട്. ഇനി എനിക്ക് വരാം. സാറിന് ഇഷ്ടം പോലെ ബന്ധുക്കളാണ്, ഒരുപാട് ആളുകളുണ്ട് ഇനി കുടുംബം. കാണാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. ഓക്കെ നല്ല ആൾക്കാർ. ഒരു മിനിറ്റ്. എന്താ ഒരു കാര്യം പറയാം. എനിക്ക് നിന്നോട്ടൊരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നും തോന്നരുത്. എന്താ? യഥാർത്ഥത്തിൽ ഞാൻ പത്മയെ കല്യാണം കഴിക്കാനുള്ള കാരണം നീയാ. ഞാനോ? ഞാനെന്ത് ചെയ്ത്? പഠിക്കുന്ന കാലത്തെ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലോ. അന്ന് നീ കുറേ കത്തെഴുതി തന്നിരുന്നു എൻ്റെ കൈ കൊടുക്കാൻ. നിനക്ക് പേടിയായിരുന്നുകൊണ്ട് ആ കത്തെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊണ്ടു കൊടുത്ത് എൻ്റെ പേരിലാണ്. അതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടമായി. ഞങ്ങൾ തമ്മിൽ കെട്ടി. ഇത് ഇനി പുറത്താരോടും പറയണ്ട. ഞാൻ ആരോടും പറയാൻ പോണില്ല. ശരി, എന്നാ വിട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഇറങ്ങട്ടെ. ശരി. ഓക്കെ എല്ലാവരും.